ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവമുണ്ട്. വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് ഒരു ഫൈറ്റ് സീക്വൻസ്, ചെറിയൊരു ഫൈറ്റ് സീക്വൻസ് ഞാൻ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞത് മമ്മൂക്ക ആയിരുന്നു അഭിനയിച്ചത്. കൂടെ ഒരുപാട് അമ്പിളിച്ചേട്ടനും ജനാർദ്ദൻ ചേട്ടനും പ്രസാദ് സാറും ശിവജി ഏട്ടനും കുറേ പേരുണ്ടായിരുന്നു, അബു സലീം ഭായിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞൊരു സംഭവം ഉണ്ടായി. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഫൈറ്റേഴ്സ് യൂണിയൻ എന്ന് പറയുന്നത് ചെന്നൈയിലാണ്. അതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്. ആ സംഘടനയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ പ്രാക്ടിക്കലി സ്ട്രെങ്ത് എന്നുള്ള ഒരു ഇത് മാത്രമല്ല, ഫിസിക്കലി ഓൾസോ നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ്. കാര്യം ഫൈറ്റേഴ്സാണല്ലോ മുഴുവൻ. ഈ ഫൈറ്റ് മാസ്റ്റർ അന്ന് ഇല്ലാത്തത് കൊണ്ടാണ് അത് അങ്ങനെ എടുക്കേണ്ടി വന്നത്. ഫൈറ്റ് മാസ്റ്റർ വിളിച്ച് ചോദിച്ചിരുന്നു, മാസ്റ്ററിന് വരാകില്ല, അപ്പോൾ ചെറിയൊരു ഉന്തും തള്ളുകയേ ഉള്ളൂ. അപ്പം മാസ്റ്റർ പറഞ്ഞു ഇങ്ങനെ ഒരു ചെറിയ ഇതാണ്, അത് എടുത്തോട്ടോ എന്ന് ചോദിച്ചാൽ മാസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല, ഷൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പെർമിഷൻ വാങ്ങിച്ചു. പക്ഷേ ഈ ഫൈറ്റേഴ്സ് ഉണ്ട്, അവർക്ക് ഇതിഷ്ടമല്ല, ഇങ്ങനെ അവരുടെ മേഖലയിൽ കൈവയ്ക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അവർ പിന്നീട് അറിഞ്ഞു ഇങ്ങനെ ഈ സീക്വൻസ് ഞാനാണ് ഇങ്ങനെ എടുത്തതെന്നൊക്കെ അറിഞ്ഞവർ. അവർ നന്നായിരുന്നു, കൊള്ളാം എന്നൊക്കെ പിന്നീട് ഒക്കെ പറഞ്ഞു. പക്ഷേ അതിൽ ചില ആൾക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഈ വിഷ്ണു എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ പിടക്കോഴി കൂന്ന നൂറ്റാണ്ട്, ആ സിനിമയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് അതിനകത്തൊരു ഫൈറ്റ് ഉണ്ട്, അത് കൂട്ടത്തല്ല്. ഈ കൂട്ടത്തല്ലിനിടയിൽ ഈ അന്ന് അവിടെ ഫൈറ്റ് ചെയ്യാൻ വന്ന അതിലുള്ള ഒരാൾ ഇതിലും ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഈ പെയർ ചെയ്യും, ആരെ ഈ കൂട്ടത്തല്ലാകുമ്പോൾ ഉള്ളൊരിതാണ്. നമുക്ക് ഒരു തല്ലാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തത്തിൻ്റെ ഒരാൾ, വേറൊരാൾ അങ്ങനെയൊക്കെ ഇതാക്കും. അപ്പോൾ എനിക്ക് കിട്ടിയ വ്യക്തി എന്ന് പറയുന്നത് അന്ന് അവിടെ ആ സിനിമയിൽ ഫൈറ്റ് ചെയ്യാൻ വന്ന ആളാണ്. അതല്ലാതെ അയാൾ വേറെയും സിനിമകളിലൊക്കെ ഞാൻ വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തിയാണ് എനിക്ക് മൽപ്പിടുത്തത്തിന്, അത് അയാൾ തന്നെ പറഞ്ഞു വന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അയാൾ തന്നെ മുൻകൈ എടുത്ത്, ഞാൻ എൻ്റെ കൂടെ നന്ദുവിൻ്റെ കൂടെ ഇയാൾ ചെയ്യാമെന്നുള്ളത് മുൻകൈ എടുത്ത് വന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആയിരിക്കണം. അയാൾ വന്നിട്ട് ആ 1-2 പ്രാവശ്യം റിഹേഴ്സൽ നോക്കി സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ സമയത്ത് ഇയാൾ വന്നിട്ട് ഇയാൾ ഇടിക്കുന്നുണ്ട്. അതായത് മുട്ട് കയറ്റണ ഒരു നല്ല ഒന്നാന്തരമായിട്ട് ഒറിജിനലായിട്ട് അങ്ങ് മുട്ടിടിച്ച് കയറ്റി. ശരിക്കും എൻ്റെ പ്രാണൻ നല്ല വേദന എടുത്തെനിക്ക്. സാർ അച്ഛാ സാർ സോറി സാർ. അപ്പം എനിക്ക് വൃത്തിയായിട്ട് മനസ്സിലായി ഇത് അവർക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല, അവർക്ക് ടൈമിങ്ങൊന്നും തെറ്റാറില്ല, അവർ കൃത്യമായിട്ടേ അവർ ചെയ്യുള്ളൂ. ടൈമിങ് നമ്മൾ തെറ്റിച്ചാലേ നമുക്ക് ഇടിയിട്ടുള്ളൂ. എൻ്റെ ടൈമിങ് തെറ്റിയൊന്നുമില്ല, ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് ചെയ്തത്. നമ്മൾ ടൈമിങ്ങിൽ ഭയങ്കര അഗ്രഗണ്യനെന്നൊന്നും അല്ല പറഞ്ഞത്, അതങ്ങനെ ചെയ്യേണ്ട ഒരു ഇതല്ല, അത്ര ഭയങ്കര ടൈമിങ്ങിൻ്റെ ആവശ്യമില്ല. അയാൾ എന്നെ പിടിച്ചിടിക്കുന്ന ഇതാണ്. അപ്പം നമ്മൾ നിന്ന് കൊടുത്താൽ മതി. ഇയാൾ ഇടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ മനഃപൂർവ്വം ഇടിച്ചാന്ന്. എനിക്ക് ഒരു 5 മിനിറ്റ് ഞാൻ കലങ്ങിപ്പോയി, ഇങ്ങനെ എയറിലായിപ്പോയി വേദന കൊണ്ട്. അപ്പം മനസ്സിലായി ഇത് അന്നത്തേന് പകരം തന്നെയാണെന്ന്. അപ്പോൾ അയാൾ സോറിയൊക്കെ പറഞ്ഞു. അത് ഇവരുടെ ഒരു ശീലമാണത്. അവരുടെ മേഖലയിൽ കൈവച്ചാൽ അവർ തിരിച്ചു, കാര്യം അവർക്കാണല്ലോ ഈ ഇടിക്കാൻ ലൈസൻസ് ഉള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഒരു ഇടി അവിടെ വച്ച് കിട്ടി. അതൊരു പ്രാവശ്യമേ അങ്ങനെ ഒരു അനുഭവമുള്ളൂ. ഇതേ അനുഭവം ഇതിനെക്കാട്ടിലും വഷളായ രീതിയിൽ കലാഭവൻ മണി കിട്ടിയിട്ടുണ്ട്. മണി ഇതുപോലെ ഡൂപ്പില്ലാതെയൊക്കെ മണിക്ക് ഡൂപ്പില്ല. മണി എന്ത് സീക്വൻസ് ആണെങ്കിലും മണി ചെയ്യുമായിരുന്നു. അത്ര ഒരു ഡെയർ ഡബിളായിരുന്നു. അത് ഏതോ പടത്തിലൊക്കെ ചെയ്തത് കൊണ്ടായിരിക്കണം, അന്നെന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഡൂപ്പായിട്ട് വന്ന ആൾക്കാർക്ക് പണി കിട്ടാതെ പോയി എന്നൊക്കെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് മനഃപൂർവ്വം ഇയാളെ ഏതോ ഒരു ഫൈറ്റ് സീക്വൻസിനകത്ത് മണിയെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു എന്നൊക്കെ വലിയ പ്രശ്നമൊക്കെ. അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ഒരു ഇതല്ലാത്തതുകൊണ്ടാണ് അത് ഫേമസ് ആവാത്തത്. പക്ഷെ പിന്നെ ആ ഫൈറ്റ് മാസ്റ്ററൊക്കെ പിന്നെ കുറേ മലയാളത്തിൽ നിന്ന് തന്നെ അവോയ്ഡ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്ത ഒരു എപ്പിസോഡിനകത്ത് ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നു, പൂജാ ഭട്ടിൻ്റെ കൂടെ അഭിനയിച്ച അനുഭവം പറയണമെന്ന് പറഞ്ഞിട്ടിരുന്നു. അത് ഈ കഭി ന കഭി എന്ന് പറഞ്ഞ ഹിന്ദി സിനിമയിലാണ്. അത് ജാക്കി ഷ്രോഫും അനിൽ കപൂറും പൂജാ ഭട്ടും ഒക്കെയാണ് ആ സിനിമയിൽ. പ്രിയഞ്ചേട്ടൻ്റെ സിനിമയാണ്. അങ്ങനെ ആ സിനിമയിൽ പൂജാ ഭട്ടിൻ്റെ ഒരു സഹോദരനായിട്ട് അഭിനയിച്ചത്. അതിനകത്തൊരു രസകരമായ സംഭവം ഉണ്ടായി. അതായത് ഈ അസോസിയേറ്റ് ഡയറക്ടർ നേരത്തെ പറഞ്ഞ മുരളിച്ചേട്ടനായിരുന്നു പ്രിയചേട്ടൻ്റെ അസോസിയേറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നീളമുള്ള ഡയലോഗ് ഉണ്ടെങ്കിൽ ഹിന്ദി നമുക്ക്
കേട്ടാൽ മനസ്സിലാവും. ഒരുവിധം സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച ഒരു ഇതിൻ്റെ പുറത്തുള്ള ഹിന്ദി നമുക്കറിയാം. അത്യാവശ്യത്തിന് ഹിന്ദി അറിയാം. അതല്ല അതിക്കവിഞ്ഞുള്ള ഫ്ലുവൻ്റ് ഹിന്ദിയൊന്നും വശമില്ല. അങ്ങനെ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ലെങ്തി ഡയലോഗ് ഉണ്ടെങ്കിൽ നേരത്തെ തരണേ ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഒരു സീനിൽ ലെങ്തി ഡയലോഗുണ്ട്, അത് തരാമെന്ന് പറഞ്ഞു. ഈ പേജ് എനിക്ക് എൻ്റെ ഒരു കോപ്പി തന്നു. അപ്പോൾ നോക്കിയപ്പോൾ അത് ഏകദേശം ഒരു ഫുൾ പേജ് ഡയലോഗുണ്ട്. അത് ഫുള്ള് ഞാനല്ല പറഞ്ഞത്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ പൂജാ ഭട്ടിൻ്റെ പൈസ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞ് അവൾ എന്നെ പിടിച്ചിട്ട് എൻ്റെ പൈസ എവിടെടാ, പൈസ മര്യാദയ്ക്കതാ. ഞാൻ പറഞ്ഞു ഞാൻ പൈസ ഒന്നും എടുത്തില്ല എൻ്റെ. നീ പൈസ എടുത്തു. ഞാൻ പറഞ്ഞു നിൻ്റെ പൈസ ഞാൻ എടുത്തില്ലെന്നല്ലേ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പം ഈ രോഹിണി ഹത്തങ്കിടി അവർ വരും. എന്താ ഇവിടെ ബഹളം രണ്ടും കൂടെ. അപ്പോൾ ഇവൾ പറയും ഇവൻ എൻ്റെ പൈസ പൊട്ടിച്ചു. ഞാൻ പറയും ഞാൻ പൈസ എടുത്തു, ഇവള് ചുമ്മാ കള്ളം പറയണമെന്ന് പറയും. അപ്പോൾ അവർ പറയും നിൻ്റെ അനിയൻ തന്നെയല്ല, പോട്ട് പൈസ എടുത്തെങ്കിൽ പോട്ട്, നീ പോടാ, നീ പോ, നീ ചുമ്മാ അവനെ വഴക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രശ്നം സോൾവ് ആക്കും. ഇതാണ് ആ സീക്വൻസ്. അപ്പോൾ ഇതാണ് കുറേ ഡയലോഗുകളുള്ളത്. അപ്പോൾ ഇത് പഠിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി കൈ കൊണ്ടുപോയി പഠിച്ചു തുടങ്ങി. അപ്പോൾ ഷെഡ്യൂൾ ബ്രേക്കായി. 5-10 ദിവസം ഷൂട്ട് ചെയ്തിട്ട് ഷെഡ്യൂൾ ബ്രേക്കായി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഷെഡ്യൂൾ വെച്ചു. ആ ഷെഡ്യൂൾ വെച്ചപ്പോഴത്തേക്കും നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം പഠിച്ച ഏകദേശമൊക്കെ ഓക്കെ ആയി. ആ ഷെഡ്യൂൾ വന്നപ്പോൾ ആ ഷെഡ്യൂളിനും ഷൂട്ട് ചെയ്യില്ല. അവിടെ വേറെ എന്തൊക്കെയോ സീക്വൻസൊക്കെ ഷൂട്ട് ചെയ്തു. രണ്ടാമത്തെ ഷെഡ്യൂളും കഴിഞ്ഞു. മൂന്നാമത്തെ ഷെഡ്യൂളായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏകദേശം 2 വർഷം എന്തോ ആയി ഈ സിനിമയുടെ ഷൂട്ടിങ്. 6 ഷെഡ്യൂളോ 7 ഷെഡ്യൂളോ എന്തോന്നോ വന്നു. അതായത് ഈ തൊമ മുറുകുമ്പോൾ ചാണ്ടിയായി എന്ന് പറയുന്നത് ഈ അനിൽ കപൂർ വരുമ്പോൾ ജാഗീർ ഷോപ്പ് വരില്ല, ജാഗീർ ഷോപ്പ് വരുമ്പോൾ അനിൽ കപൂർ വരില്ല, ഇവർ രണ്ടുപേരും വരുമ്പോൾ പൂജ വരില്ല, പൂജ വരുമ്പോൾ ഇവർ രണ്ട്, അങ്ങനെ എല്ലാം കംപ്ലീറ്റ് പ്രശ്നങ്ങളാണ്. ഇതൊക്കെ അവരുടെ ഹിന്ദിക്കാരുടെ ഈ ഗോയി പ്രശ്നങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും 2 വർഷം കൊണ്ട് ആണ് ഈ ഷൂട്ടിംഗ് തീർന്നത്. അപ്പം ഓരോ ഷെഡ്യൂളിലും ഇത് ഷൂട്ട് ചെയ്യും, ഈ ഭാഗം ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് ചെല്ലുമ്പം അപ്പോഴൊന്നും ഇത് ഷൂട്ട് ചെയ്യില്ല. അപ്പം ഞാൻ ഈ പഠിത്തം ഇങ്ങനെ നടക്കുന്നുണ്ട്. പഠിച്ച് പിന്നെ നല്ല കാണാപ്പാടമായി. അങ്ങനെ ലാസ്റ്റ് ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യുമ്പം ഞാൻ അപ്പോഴാണ് ഇതെടുക്കണത്. അപ്പോൾ എൻ്റെ വർക്ക് തീരുക ആ ലാസ്റ്റ് ഡേ. അന്ന് തീർന്നിട്ട് എനിക്ക് വൈകിട്ടത്തെ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് വരണം. കാര്യം തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിങ് അടുത്ത ദിവസം, ഒരു ചെറിയ പടം. അപ്പോൾ ആ സമയം കൊണ്ട് ഈ 2 വർഷം കൊണ്ട് ഞാനിത് പച്ചവെള്ളം പോലെ പഠിച്ചു. ഏത് പാതിരാത്രി വിളിച്ച് ചോദിച്ചാലും ഞാൻ ഡയലോഗ് പറയും. അത്രയ്ക്ക് ഫ്ലുവൻ്റായി. അപ്പോൾ പിന്നെ ധൈര്യമുണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പോൾ പ്രേംചേട്ടൻ വൈകിട്ടൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പറഞ്ഞു അടുത്ത നിൻ്റെ സീൻ നിനക്കിത് പോകണ്ടേ, അപ്പോൾ നിൻ്റെ ആ സീൻ എടുത്തിട്ട് നിന്നെ അങ്ങ് വിടാം. അത് കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് ഒറ്റ ഷോട്ടിൽ നിനക്ക് ഡയലോഗ് പറയാമോ? ഞാൻ പറഞ്ഞു പറയാം. പിന്നെ എന്താ ചേട്ടാ ഇപ്പം പറയണോ? വേണ്ട നീ അവിടെ സമയത്ത് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു ശരി. കാര്യം ഫുൾ കോൺഫിഡൻസാണ്. കാര്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞല്ലോ. 2 വർഷം കൊണ്ടല്ലേ പഠിച്ചത്. ഇത് ഡെയിലി വായിക്കുകയല്ലേ. അങ്ങനെ ക്യാമറയൊക്കെ വെച്ചു. അപ്പോൾ പ്രേംചേട്ടൻ അസോസിയേറ്റ് എടുത്ത് തന്നെ സ്ക്രിപ്റ്റ് തരാൻ പറഞ്ഞു. അതിങ്ങനെ വായിച്ചു. ഞാൻ റെഡിയായി നിൽക്കുക. പൂജാ ഭട്ടുമുണ്ട്. ഇതിങ്ങനെ നോക്കിയിട്ട് ഇതിന് ഒരൊറ്റ കീറൽ. ഇത് കൊള്ളൂല ഡയലോഗ്. നീരജ് വോറ എന്ന് പറഞ്ഞ ആളാണ് ഇത് എഴുതുന്നത്, സ്ക്രിപ്റ്റ് റൈറ്റർ. അദ്ദേഹം പിന്നെ ഡയറക്ടറൊക്കെ ആയി. നീരജ് വേറെ എഴുതാൻ പറയും, ഇത് കൊള്ളൂല. എൻ്റെ ചങ്കിൽ കൂടെ ഒരു കൊള്ളിയാൻ അടിച്ചു പോയി. കാര്യം എന്ന് പറഞ്ഞാൽ 2 വർഷം കാത്തിരുന്ന് പഠിച്ച് റെഡിയാക്കി പച്ചവെള്ളം പോലെ പറയാൻ റെഡിയായിട്ട് നിന്ന ഞാൻ ഒറ്റ ഷോട്ട് എടുക്കാൻ പോകുന്ന ഷോട്ട് ഇത് കഴിഞ്ഞാൽ 6:45 ട്രെയിനിൽ എനിക്ക് തിരുവനന്തപുരത്തോട്ടും പോകണം. തകർന്നെന്ന് പറഞ്ഞാൽ ഈ പ്രോംപ്റ്റിയെ സമ്മതിക്കില്ല. മലയാളത്തിലൊക്കെയാണ് പ്രോംപ്റ്റിംഗ് ഉണ്ട്, ഹിന്ദിയിൽ പ്രോംപ്റ്റിംഗ് ഒന്നും സമ്മതിക്കില്ല. അവിടെ ആ പരിപാടിയില്ല. ഞാൻ മുരളിച്ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഞാൻ എങ്ങനെ പറയും ചേട്ടാ, ഞാൻ നീരജിനടുത്ത് ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെയാണ് ഞാൻ ഇത് പഠിച്ചു വെച്ചാൽ. അയ്യോ ഡോണ്ട് വറി ഐ വിൽ ഹെൽപ്പ് യു, നോ പ്രോബ്ലം. അങ്ങനെ വലിയ കടുകെട്ടി ഡയലോഗൊന്നും എഴുതൂല എന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം ഒരു 5 മിനിറ്റ് കൊണ്ട് പറന്ന് മാറ്റി എഴുതി ഈ സാധനം കൊണ്ട് പ്രേംചേട്ടൻ വായിച്ചിട്ട് പറഞ്ഞു കൊള്ളാം, ഇത് എടുക്കാമെന്ന്. ഇത് പഠിച്ചോ പറഞ്ഞു. എവിടാ പഠിക്കാൻ, 2 മിനിറ്റ് കൊണ്ട് എന്തോന്ന് പഠിക്കാൻ. ഞാൻ എല്ലാം പോയി, എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി. ഞാൻ ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാത്ത അവസ്ഥയായി. ഞാൻ എവിടെ നിൽക്കണമെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യം, ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. മുരളിച്ചേട്ടൻ പറഞ്ഞു സാരമില്ല, നീ ഒരു കാര്യം ചെയ്യ്, നീ അത് 4-5 പ്രാവശ്യം വായിക്കുക. അതായത് സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് സ്പീഡ് എടുക്കാം. കാര്യം എടുക്കാൻ വേണം. കാര്യം ഇത് 4-4:30 മണിയാവണം. 5:30 മണിക്ക് അത് മുമ്പ് തീർത്തില്ല, എനിക്ക് പോകില്ല. നെഞ്ച് കിടന്ന് പടപട അടിക്കരുത്, എങ്ങനെ പറയും.
അപ്പോൾ മുരളിച്ചേട്ടൻ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് ഇട്ട് തരാമോ, ഇത് ഈ പ്രോംപ്റ്റ് ചെയ്ത് പ്രിയന് ദേഷ്യമാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാര്യം ചെയ്യും, ഞാൻ ആദ്യത്തെ 2 ലൈൻ കാണാതെ പറയാം, അത് കഴിഞ്ഞിട്ടുള്ള സാധനം എനിക്ക് തലയിൽ കയറണില്ല, കാര്യം ഒന്നാമത് ടെൻഷനും കൂടായി. അപ്പോൾ ഞാൻ പതുക്കെ ഇട്ട് തരാം, നീ നോക്കിക്കോ. ഞാൻ പറന്ന് കുറേ പ്രാവശ്യം വായിച്ചിട്ട് അപ്പോൾ പൂജാഭട്ടിൻ്റെ കാര്യം മനസ്സിലായി. അപ്പോൾ അവരും പറഞ്ഞു ഡോൺ വറി, ടെൻഷൻ അടിക്കണ്ട, നമുക്ക് വിൽ ഷൂട്ട്, നോ പ്രോബ്ലം, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞു. ദൈവത്തിനെ വിളിച്ചുകൊണ്ട് ഈ ഡയലോഗ് പറഞ്ഞു. എങ്ങനെയെന്ന് എനിക്കറിഞ്ഞൂടാ, ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയി. ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരിടത്തും തെറ്റിയില്ല, കറക്റ്റായിട്ട് ആ ഡയലോഗ് പറഞ്ഞു. കട്ട് എന്ന് പറഞ്ഞിട്ട് പ്രിയ ചേട്ടൻ എൻ്റെ അടുത്ത് നീ വയ്ക്കോ ഓടിക്കോ എന്ന് പറഞ്ഞു. എൻ്റെ ഈശ്വര, ഭയങ്കര സന്തോഷം. അത് എങ്ങനെ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയെന്ന് ഒരു പിടി ഇപ്പോഴും എനിക്കില്ല. എങ്ങനെ ഞാനത് പറഞ്ഞെന്നോ എങ്ങനെ എൻ്റെ മനസ്സിൽ വന്നെന്നോ. മുരളിച്ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തു ഡെഫിനറ്റായിട്ടും. അങ്ങനെ എന്തോ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തള്ളി, അത് ഒച്ചത്തിൽ പറയാക്കൂല, പ്രോംപ്റ്റ് ചെയ്യാൻ ഒച്ചത്തിൽ പ്രോംപ്റ്റ് ആക്കൂല, കാര്യം മറ്റുള്ള ആർട്ടിസ്റ്റിനും ദേഷ്യം വരും അത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് ചെയ്തു. ഞാൻ അപ്പം തന്നെ അവരോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി ട്രെയിനിൽ കയറി വീട്ടിൽ വന്നു. അങ്ങനെ പൂജാഭട്ടുമായിട്ടുള്ള ഒരു അനുഭവം. പിന്നെ പൂജാഭട്ടുമായിട്ട് ഒരു സീക്വൻസ് ഉണ്ട്. ഞാനിങ്ങനെ ഈ ആ വണ്ടിക്ക് എന്തോന്ന് പറയുന്നത് എനിക്കറിഞ്ഞിട്ടുണ്ട്. ഓട്ടോറിക്ഷയും അല്ല, സൈക്കിൾ റിക്ഷയും അല്ല, അതൊരു മോട്ടർ വെച്ച സൈക്കിൾ റിക്ഷ. പണ്ട് ഈ ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ഈ സൈക്കിൾ റിക്ഷകൾ ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ അമ്മയുടെ നാട് ആലപ്പുഴയാണ്. അപ്പം ആലപ്പുഴ സ്ഥിരമായിട്ട് പോകും. അവിടെ ഈ സൈക്കിൾ റിക്ഷ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ സൈക്കിൾ റിക്ഷ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിനകത്ത് മോട്ടർ വെച്ച് എങ്ങനെ ഇരിക്കും, അങ്ങനത്തെ ഒരു വണ്ടി. പക്ഷേ ഇത് ആളുകൾക്ക് ഇരിക്കുന്നതിന് പകരം അതൊരു ലോഡ് കാരിയറാണ്. അതിനകത്ത് ഈ തുണി കളറി ഡൈ ചെയ്യുന്ന ഒരു ഇതാണ് നടത്തുന്നത്. അങ്ങനെ ഈ കുറേ തുണികളിട്ടിട്ട് ഞാനിത് ഓട്ടിക്കുന്നു, ഇതിൻ്റെ മുകളിൽ പൂജാഭട്ടിരിക്കുന്നു. എന്നിട്ട് ബോംബെയിൽ നടക്കുന്ന സംഭവമാണ്, പക്ഷേ അത് കുറേ ഭാഗം ഷൂട്ട് ചെയ്തതൊക്കെ ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്തത് ഈ പോകുന്നതൊക്കെ അണ്ണാ ഫ്ലൈ ഓവറിൻ്റെ, അന്ന് ജെമിനി ഫ്ലൈ ഓവർ, ഇപ്പോഴാണ് അത് പേര് മാറ്റി അണ്ണാ ഫ്ലൈ ഓവർ. അണ്ണാ ഫ്ലൈ ഓവറിൻ്റെ പുറത്തും റോഡിൽ കൂടെ പോകുന്ന കുറേ സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെയാണ്. അങ്ങനെ ഇതിനകത്ത് രാവിലെ ഇവരെയും കയറ്റിയിരുത്തി ഞാൻ ഇങ്ങനെ അപ്പോഴാണ് കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇവരുടെ കുറേ കഥകളൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. അപ്പോഴാണ് അവരുമായിട്ട് പൂജയുമായിട്ടുള്ള നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്. അവർ ബേസിക്കലി ഭയങ്കര ജാടയെന്നൊക്കെ, പക്ഷേ നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹവും. അതെനിക്ക് തോന്നുന്നു ഈ സൗത്ത് ഇന്ത്യൻ ഡയറക്ടറും ക്രൂവും വർക്ക് ചെയ്യുമ്പോൾ അവർക്കറിയാം ഇവിടുത്തെ നമ്മുടെ രീതിയും കാര്യങ്ങളൊക്കെ അറിയാം. അവരവിടെ പതുക്കെ തോന്നുന്ന സമയത്ത് വരും, ഷൂട്ട് ചെയ്യും, തോന്നുമ്പോൾ ഷൂട്ട് ചെയ്യും, തോന്നുമ്പോൾ പാക്കപ്പ് ചെയ്യും. പക്ഷേ നമുക്കൊരു ഡക്കറമുണ്ട്, നമുക്കൊരു സിസ്റ്റമുണ്ട്. നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്യുക, വൈകുന്നേരം വരെ ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഇത്ര ദിവസത്തിനകത്ത് ഷൂട്ടിങ് തീർക്കുക, ഇതൊക്കെ നമ്മുടെ രീതികളാണ്. ജാക്കി ഷ്രോഫ് മിക്ക ദിവസം വൈകുന്നേരം ഷൂട്ടിങ് കഴിയുമ്പം ഇദ്ദേഹം വൈകിട്ട് 6 മണിക്ക് ഷൂട്ടിങ് പ്രിയൻ പ്രിയൻ വാട്ട് ടൈം യു ആർ പാക്കിംഗ് അപ്പ് ടുഡേ 6 മണി എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നേരെ കൺട്രോളർ പറയും എനിക്ക് രാത്രി 9 മണിയുടെ ടിക്കറ്റ് ഇടാൻ പറയും. ഇയാൾ നേരെ അവിടെ നിന്ന് ഹോട്ടലിൽ പോയിട്ട് നേരെ രാത്രി 9 മണിയുടെ ഫ്ലൈറ്റ് കയറി ഇയാൾ ബോംബെക്ക് പോകും. എന്നിട്ട് രാവിലെ വരും. അപ്പോൾ രാവിലെ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇവിടെ തുടങ്ങാനായിട്ട് റെഡിയായി നിൽക്കും. ഞാൻ എല്ലാ ദിവസവും രാവിലെ 6, 6:30, 7 മണിയാകുമ്പോൾ എല്ലാവരും എത്തും. പക്ഷേ ഈ സാറ് അവിടുന്ന് ഫ്ലൈറ്റ് കയറി വരണ്ടേ. അപ്പോൾ കാത്തിരിക്കുമ്പം പ്രൊഡക്ഷൻ കൺട്രോളർക്ക് മെസ്സേജ് വരും, ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറിയില്ല, അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറുള്ളൂ. അപ്പോൾ 10:30 മണിയാകുമ്പോൾ 11 മണിയാകുമ്പോൾ എത്തും. ഇങ്ങനെ ഡെയിലി പോയിട്ട് വരും. ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ കുറേ ദിവസങ്ങൾ ഡെയിലി പോയിട്ട് വരുമായിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ ഇത് പ്രൊഡ്യൂസർക്ക് ഭയങ്കര നഷ്ടമല്ലേ ഇങ്ങനെ, കാര്യം ഹോട്ടൽ ഓൾറെഡി കിടക്കുകയാണ്, അയാൾ 5 സ്റ്റാറിലാണ് താമസിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇയാൾ ഇങ്ങനെ ഡെയിലി പോയിട്ട് വരിക. പോകുമ്പോഴല്ല അയാളുടെ സെക്രട്ടറി ആളുണ്ട്, അയാളും പോവും. അപ്പോൾ 2 ടിക്കറ്റ് കൊടുക്കണം, അയാളും പോവും, തിരിച്ചു വരും. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. മോക്ഷം എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിങ് കസാഖിസ്ഥാനിൽ വെച്ചായിരുന്നു. അനൂപ് മേനോൻ ആദ്യമായിട്ട് ഹീറോ ആയ പടം. അദ്ദേഹം നേരത്തെ നടനാണ്, അദ്ദേഹം സീരിയലിൽ വന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം സിനിമാഭിനയം തുടങ്ങി, അദ്ദേഹം വില്ലനായിട്ട് അഭിനയിച്ചു. പിന്നെ ഹീറോ ആവുന്നത് ഈ മോക്ഷം എന്ന് പറഞ്ഞ സിനിമയിലാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജീവ് നാഥ്, ബാബുച്ചേട്ടൻ അദ്ദേഹമാണ്. അപ്പോൾ അതിനകത്ത് 2 ആർട്ടിസ്റ്റേ ഉള്ളൂ പ്രധാനമായിട്ട്. ഒന്ന് അനൂപ് മേനോനും, പിന്നൊന്ന് നമ്മളെല്ലാം ത്രസിപ്പിച്ച് രസിപ്പിച്ച ബോളിവുഡിലെ സൗന്ദര്യ റാണി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സീനത്ത് അമൻ, അവരാണ് അഭിനയിച്ചത്. അവർ
ഒറ്റ മലയാളം പടമേ ചെയ്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇവർ രണ്ടുപേരാണ് അതിനകത്ത് പ്രധാന വേഷം ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോയി. ക്യാമറാമാൻ അഴകപ്പൻ സാർ ഇവിടെ വന്നിരുന്ന് ഈ സിനിമയെ പറ്റിയിട്ട് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ അതിലേക്ക് വരാം. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണ്. ഞാൻ ഇടയ്ക്ക് ഒരു പടം ചെയ്യാനുള്ള പ്ലാൻ വന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അദ്ദേഹമായിരുന്നു ക്യാമറമാൻ ആവേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ഇതിന് പോയപ്പം അനൂപ് മേനോനും ഡയറക്ടറും കൂടെ പ്രൊഡ്യൂസറിൻ്റെ ഫ്ലാറ്റിൽ, ചെറിയ ഫ്ലാറ്റുകളാണ്. ഇപ്പോൾ ഹോട്ടലൊക്കെ പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ചെറിയ കാശ് കുറച്ച് പിടിച്ച് ചെയ്ത ഒരു പടമാണ്. ഒരുപാട് ലാവിഷായിട്ട് വീശി എറിഞ്ഞ് ഉണ്ടാക്കിയ പടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്ലാറ്റിലായിരുന്നു. സീനത്തമന് അവർക്കൊരു ട്വിൻ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് അവർക്ക് വേണ്ടി എടുത്തു കൊടുത്തു. അൽമാട്ടി എന്ന് പറഞ്ഞ സ്ഥലം, കസാഖിസ്ഥാനിലെ അൽമാട്ടി. വേറൊരു ഫ്ലാറ്റിൽ 2 ബെഡ്റൂം ഫ്ലാറ്റിൽ 4 പേരുള്ള, ഒന്ന് ഞാൻ, അഴകപ്പൻ സാറ്, ക്യാമറാമാൻ അഴകപ്പൻ സാറ്, പിന്നെ അതിൻ്റെ ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ള ഒരാളും, പിന്നെ വേറൊരു അഭിനയിക്കാൻ വന്ന ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയൊക്കെ സുഹൃത്തായ മറ്റൊരാൾ. അങ്ങനെ കുറച്ച് പേര്, 4 പേരോ 5 പേരോ ആ ഫ്ലാറ്റിലുണ്ടായിരുന്നു. വേറെയും ഫ്ലാറ്റുകൾ എടുത്തായിരുന്നു എല്ലാവരും താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ താമസിച്ച സ്ഥലത്തിൻ്റെ പേര് സത്പൈവ എന്നാണ്. സത്പൈവ സ്ഥലത്തിൻ്റെ പേരുകളൊക്കെ ഭയങ്കര രസമാണ്. അനൂപ് മേനോൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിൻ്റെ പേര് ഫുർമനാവോ കുർമങ്കാസി എന്ന സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അനൂപ് എപ്പോഴും ചോദിക്കും, കാരണം നിങ്ങളങ്ങനെ ഇതൊക്കെ ഓർത്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ പേരൊന്നും ഒരിക്കലും മറക്കാക്കില്ല, ഇത് എന്തോന്ന് പേരാണോ എന്തോ. സത്വ എന്ന് പറഞ്ഞ സ്ഥലം ദുബായിലുണ്ട്. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ, ദുബായിൽ പോവുകയാണെങ്കിൽ സത്വ വരുമ്പോൾ എനിക്കിത് ഓർമ്മ വരും. സത്പൈവ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. സത്വയും സത്പൈവയും ഒരു ചർച്ചയുണ്ട്. ചെന്നിറങ്ങിയതിൻ്റെ ആ സമയത്ത് ആദ്യം നമ്മൾ വാങ്ങിക്കുക വെള്ളം. അപ്പം പ്രൊഡ്യൂസറിൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ വെള്ളം തൊട്ട് താഴെ തന്നെ വലിയ ഉഗ്രൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുണ്ട്. നേരെ ഞാനും അഴകപ്പൻ സാറും പിന്നെ വേറെ ആരോ, ഞങ്ങൾ 1-2 പേരൊക്കെ ചെന്ന്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരൊറ്റ മനുഷ്യൻ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. കംപ്ലീറ്റ് റഷ്യൻ ഭാഷ അറിയാമോ. ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ കാണും കേട്ടോ, നമ്മൾ കണ്ടുമുട്ടിയില്ല. നമ്മുടെ പ്രൊഡക്ഷൻ അവിടുത്തെ ലോക്കൽ മാനേജറായിട്ട് ഒരു ലേഡി ഉണ്ടായിരുന്നു. അവർക്ക് ഇംഗ്ലീഷ് അറിയാം, അവർ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ അവരാണ് നമ്മുടെ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്നത്. ബാക്കി ഒരു മനുഷ്യനും നമ്മൾ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരെ കണ്ടില്ല. ഈ കടയിൽ ചെന്നും വാട്ടർ എന്ന് പറഞ്ഞു. അതായത് വാട്ടർ അതെന്തോന്നുള്ള രീതിയിൽ അവർക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഇത് അറിഞ്ഞുകൂടി, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാന്നുള്ളത്. കാര്യം ചെന്ന ദിവസമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനെ വാട്ടർ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. വോഡ്ക എടുത്ത് ഫ്രണ്ടിൽ വെച്ച് പറഞ്ഞു, ഇതല്ല വോഡ്കയല്ല, വാട്ടർ. ഇതിങ്ങനെ കാണിച്ചാൽ അപ്പം തന്നെ വോഡ്ക എടുത്ത് വയ്ക്കും. അപ്പോൾ പിന്നെ പറഞ്ഞു, അപ്പം മനസ്സിലായി, വാ എന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയി. അപ്പോൾ അവർ വിചാരിച്ച് ഇത് മൊത്തത്തിൽ കൊണ്ടുപോകാനാണ്. നോക്കിയപ്പോൾ ഒരു ഏരിയ മൊത്തം ഇതാണ് ഇരിക്കുന്നത്, വോഡ്കയും ബ്രാൻഡിയും വിസ്കിയും. വോഡ്കയാണ് കൂടുതലും. അങ്ങനെ അടുക്കി വെച്ചിരിക്കുക. അതാ പറഞ്ഞ് ഇതല്ല ഡ്രിങ്കിങ്. എന്ത് പറയാനാ. കുറേ നേരം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവസാനം അവർ ക്യാനിൽ വെള്ളം കാണിച്ചു തന്നു. ഇതാണ്. അപ്പോൾ കുറേ അടുക്കി താഴെ വച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ഈ മിനറൽ വാട്ടർ വരുന്ന ഇങ്ങനത്തെ ഒരു ക്യാനുണ്ട്, ഒരു പച്ച കളറിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ക്യാനകത്ത് പച്ച അടപ്പൊക്കെ ആയിട്ട് ഒരു പിടിയൊക്കെ ആയിട്ടൊരു സാധനം, അതേപോലൊരു ബോട്ടിൽ. പക്ഷേ എഴുതിയിരിക്കുന്നതൊക്കെ റഷ്യൻ ഭാഷയിലാണ്. നമുക്കതിൽ പാണ്ഡിത്യം ഉള്ളതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല എന്ത് എഴുതിയിരിക്കുന്നതെന്ന്. അപ്പോൾ അത് വാങ്ങിച്ചു, ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്നു. തൊട്ടടുത്ത് തന്നെ ഫ്ലാറ്റ്. നടന്ന് ഫ്ലാറ്റിലോട്ട് കയറി. ഇത് തുറന്നപ്പോൾ ഉണ്ടല്ലോ, ഇത് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. അതായത് ഈ വണ്ടിക്കൊക്കെ ഒഴിക്കാൻ ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് വെച്ചാൽ ബാറ്ററിയിൽ ഒഴിക്കുന്നത് ആ സാധനമാണ് ഇത് കുടിക്കാക്കില്ല. അവസാനം പ്രൊഡ്യൂസറെ വിളിച്ചു. പ്രൊഡ്യൂസർ പറഞ്ഞു തന്നെ, ഇതിൻ്റെ പേര് പറഞ്ഞു. അദ്ദേഹത്തിന് റഷ്യൻ ഭാഷ നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നെ, വെള്ളം വാങ്ങിക്കണേ ഇന്ന പേര് വയ്ക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ പേര് മനസ്സിലായി. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും പേര് പറഞ്ഞ ഉടനെ തന്നെ വെള്ളം ഇഷ്ടം പോലെ എടുത്തു വന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഈ വൈകിട്ടത്തേക്ക് നമുക്ക് എന്ത് കഴിക്കും, ബ്രെഡും മുട്ടയും കഴിക്കാം. കാര്യം ഈ ചെന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ മെസ്സൊന്നുമില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കണം. നല്ല ഒന്നാന്തരമായിട്ടുള്ള കിച്ചണും സാധനങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ മറ്റേ ഉള്ളിയും പച്ചമുളകും മറ്റുള്ള കാര്യങ്ങളും പലവ്യഞ്ജനമൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. അതൊക്കെ നമുക്ക് വാങ്ങിച്ച് തരാമെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട്. ഒരു മലയാളി കുക്കുണ്ട്, അദ്ദേഹം അവിടെ ഹോട്ടലിൽ നിന്നാണ്. നമ്മുടെ നാട്ടിലൊരു ആളുടെ ഹോട്ടൽ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഹോട്ടലിൽ ഒരു കുക്കുണ്ട്. അപ്പോൾ ആ തൽക്കാലത്തേക്ക് ആ ഹോട്ടൽ പൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ കുക്ക് ഫ്രീ ആണ്, അയാളെ നമുക്ക് വിട്ടുതരാം. അയാൾ വന്ന് എല്ലാം ഉണ്ടാക്കി തരും. നിങ്ങൾ അത് അടുത്ത ദിവസം കൊണ്ടേ വരുള്ളൂ. അടുത്ത ദിവസം കൊണ്ടേ വരുള്ളൂ. അപ്പോൾ ആ 2 ദിവസം മാനേജ് ചെയ്യണമല്ലോ.
അപ്പോൾ അഴകപ്പൻ സാറ് പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, ഞങ്ങൾ ഫുൾ ഉണ്ടാക്കിക്കോളാം. നന്ദു നമുക്ക്, ഞാൻ പറഞ്ഞു ഓക്കെ സാർ, നോ പ്രോബ്ലം, നമുക്ക് ഒരു പ്രശ്നമില്ല, നമുക്കുണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഈ ഇത് വാങ്ങിക്കാനായിട്ട് വൈകിട്ട് കടയിലോട്ട് പോയി. ഞാനും അഴകപ്പൻ സാറും കൂടെയാണ് പോകണം. പോയിട്ട് അവിടെ ചെന്ന് മുട്ട വാങ്ങിക്കണ്ടേ, ബ്രെഡ് കിട്ടി, ബ്രെഡ് അവിടെ ഇരിക്കുന്നുണ്ട്, ബ്രെഡ് കിട്ടി. അപ്പോൾ മുട്ട എവിടെ ഇരിക്കണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ മുട്ട എഗ്ഗ് എവിടെ മനസ്സിലാവുക. അഴകപ്പൻ സാറ് നിൽക്കി, ഞാൻ പറഞ്ഞു കൊടുക്കാൻ തോന്നുന്നു. ഹോ എന്ന് പറഞ്ഞിരിക്കാൻ ഇങ്ങനെ കാണിച്ചു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി മുട്ട എടുത്തുകൊണ്ട് വന്നു. അപ്പം ആക്ഷനിൽ കൂടെ കാര്യം നടക്കുള്ളൂ എന്ന് മനസ്സിലായി, അല്ലാതെ ഇത് പഠിപ്പിക്കാക്കൂലല്ലോ. സെക്കൻഡ് ഡേ അഴകപ്പൻ സാറിന് വായിക്കൊരു പ്രശ്നം, ഈ തണുപ്പ് ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ചില ദിവസങ്ങളിൽ മഞ്ഞും, ചില ദിവസങ്ങളിൽ മഞ്ഞില്ല, നല്ല വെയിൽ, നിന്ന് പിന്നെ മഞ്ഞ് വരിക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലം. അപ്പോൾ ഈ അഴകപ്പൻ സാറിന് വായി നേരെ അടയ്ക്കാൻ പറ്റുന്നില്ല. ഈ ഇവിടെ എന്തോന്നോ ഒരു പ്രശ്നം വന്നു, അദ്ദേഹത്തിന് ഭയങ്കര പെയിനും. അപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത്, എന്ത് നമുക്കൊന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിക്കണം, എന്തെങ്കിലും പെയിൻ കില്ലർ വാങ്ങിക്കണം, ഇത് ഇവിടെയാണ് വേദന എനിക്ക്, അപ്പോൾ ഇവിടെ ഓയിൻമെൻറ്റെല്ലാം തേച്ചാൽ പോകും. ഞാൻ പറഞ്ഞു പോകാം സാർ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ നടന്ന് അവിടെ കുറേ കടകളുണ്ട് താഴെ. നോക്കിയപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പ്, അവിടെ ഒരു ലേഡി നിൽക്കുകയാണ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു പെയിൻ കില്ലർ എന്ന് പറഞ്ഞു. അവർക്കൊന്നും മനസ്സിലായി, അവർ ഇങ്ങനെ കാണിച്ചു, ടൂത്ത് ബ്രഷും പേസ്റ്റും എടുത്ത് വെച്ചു. പല്ലിയൊക്കെ നല്ല പെയിൻ ഈ കുറേ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പല രീതിയിൽ ഇത് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഴകപ്പൻ സാർ പറഞ്ഞു വെയിറ്റ് എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം, എന്തൊരു കാര്യം കുനിഞ്ഞിരിക്കാൻ പറഞ്ഞു. ഞാൻ കുനിഞ്ഞു നിന്ന് അഴകപ്പൻ സാർ ഇങ്ങനെ ഈ കൈ കൊണ്ടൊരു ആക്ഷൻ എൻ്റെ മുതുകിൽ ഇങ്ങനെ ഇടിക്കുന്ന. അപ്പം ഞാൻ അപ്പോൾ എൻ്റെ അടുത്തൊരു വേദന കാണിക്കും. ഞാൻ പറഞ്ഞു വേദന എന്ന് പറഞ്ഞു. ഉണ്ണി ഈ സ്ത്രീ ഷോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് വേദന, ഈ വേദന ഇവിടെ. അപ്പോൾ അവർ മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അവരൊരു മഞ്ഞ ട്യൂബ് പെയിൻ കില്ലർ, ഒന്നും മനസ്സിലാവില്ല, കാര്യം റഷ്യൻ ഭാഷയിലാണ്. അത് പെയിൻ കില്ലറാണെന്നുള്ള വിശ്വാസത്തിൽ പൈസയും കൊടുത്തിട്ട് ഞങ്ങളത് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഈ ആക്ഷനിലാണ് രക്ഷപ്പെട്ടത്. പക്ഷേ സത്യം പറയട്ടെ, അത് ഭയങ്കര എഫക്റ്റീവ് മരുന്ന്. സാറ് എൻ്റെ അടുത്ത് നന്ദു എന്തൊരു എഫക്റ്റ്, അത് തേച്ച അവിടെ തന്നെ ആ പെയിൻ പോയി. ഇവിടെ വന്നതിന് ശേഷം സാറ് പിന്നെ പറഞ്ഞു, പല പ്രാവശ്യം ഇതുപോലെ വേദനയൊക്കെ വന്നപ്പോഴും ഈ മരുന്നാണ് തേച്ചത്, അത് ഭയങ്കര എഫക്റ്റീവാണ്, നല്ല മരുന്നായിരുന്നു പറഞ്ഞു. പിന്നെ കുറച്ച് പഠിച്ചു. ഈ കുക്ക് വന്നപ്പം അദ്ദേഹത്തിനെ പിടിച്ചിരുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ ഞങ്ങളിത് എങ്ങനെ സംസാരിക്കണം, അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ദോബ്രേ ഉത്തരോ, ഗുഡ് മോർണിംഗ്, ദോബ്രേ നോച്ചി, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, പിന്നെ അജീൻ ദുവ, തിരി, ചിത്തിരി, പ്യാഷ്, ഷേസ്, സേം, ഓസിൻ, ദേവിയത്, ദേശീയത് 1 തൊട്ട് 10 വരെ അതൊക്കെ അന്ന് പഠിച്ചതാണ്. സ്തോ എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യ കാര്യങ്ങൾ, കടയിൽ ചെന്നാൽ കണക്ക് പറയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണം, പിന്നെ വെള്ളം, മുട്ട, ഈ ചിലതൊക്കെ മറന്നുപോയി ഞാൻ. ഈ അഴകപ്പൻ സാർ ഇവിടെ വന്നിരുന്ന് പറഞ്ഞ കഥകളിൽ അദ്ദേഹം തന്നെ വിട്ടുപോയ ചില കഥകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതായത് ഈ അദ്ദേഹം ദൂരദർശനിൽ നിന്ന് ഈ പ്രസിഡൻ്റ് എവിടെ പോയാലും ഒഫീഷ്യലായിട്ട് ഷൂട്ട് ചെയ്യാൻ ഒരാളെ കൊണ്ടുപോകും. അങ്ങനെ ഒരു പ്രാവശ്യം പോയത് സാറാണ്. KR നാരായണൻ എന്ന് പറഞ്ഞ അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു, നമ്മുടെ മലയാളി KR നാരായണൻ സാറ് പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം പോയി, ഈ അഴകപ്പൻ സാറ്. അദ്ദേഹം പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് വരണം. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി, പക്ഷേ തിരിച്ച് വരാനായിട്ട് ടിക്കറ്റില്ല. ഇദ്ദേഹം ആരെയൊക്കെയോ പിടിച്ച് വിളിച്ച് പറഞ്ഞ് കഷ്ടപ്പെട്ട് എങ്ങനെയോ ട്രെയിനിലൊരു ടിക്കറ്റ് ഒപ്പിച്ചു. രാത്രിത്തെ ട്രെയിനിൽ ടിക്കറ്റ് ഒപ്പിച്ചു, 8 മണിയുടെ ട്രെയിനിന് തിരുവനന്തപുരത്തേക്ക് വരാൻ, ഡൽഹിയിൽ നിന്ന്. അന്ന് രാഷ്ട്രപതി ഭവനിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് പ്രസിഡൻറ്റ് വന്ന് എല്ലാവരെയും, അന്ന് വന്ന ടീമിലെ അംഗങ്ങളെയൊക്കെ സ്വീകരിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് യാത്ര പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, പ്രസിഡൻറ്റ് പറഞ്ഞു അഴകപ്പൻ സാറിൻ്റെ അടുത്ത് ഷേഖാൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, രാത്രി എൻ്റെ കൂടെ ഡിന്നർ കഴിച്ചിട്ട് ഇപ്പോൾ നാളെ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഈ അഴകപ്പൻ സാർ എന്താ ചെയ്തതെന്നറിയാമോ? പ്രസിഡൻറ്റ് KR നാരായണൻ സാറ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നു ഡിന്നർ കഴിച്ചിട്ട് പോയാൽ മതി എന്ന്. പിന്നെ ഇദ്ദേഹം തിരിച്ചങ്ങോട്ട് പറയുക, സാർ എനിക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്, അത് ആ ടിക്കറ്റ് പോയാൽ വേറെ ടിക്കറ്റ് കിട്ടില്ലോണ്ട് ഞാൻ പോകണം സാറെന്ന്. ഇത് പോകണമെന്നുള്ളൊരു ചിന്ത നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം മറന്നുപോയി ഈ പറയണത് പ്രസിഡൻ്റ് ആണെന്നുള്ളത്. അപ്പം ഈ KR നാരായണൻ സാറ് ചിരിച്ചിട്ട് പറഞ്ഞു, അഴകപ്പന് ടിക്കറ്റ് മാറ്റിയിട്ട് നാളെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കൊടുത്തോളൂ, അതിൽ പോട്ടെ അദ്ദേഹം എന്തിനാ. അപ്പോഴാണ് ഇദ്ദേഹത്തിന് പറഞ്ഞു, അയ്യോ സോറി സാർ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന്. അതാണ് ഈ അഴകപ്പൻ സാറ്. അദ്ദേഹം ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. ജീപ്പ് പോകുമ്പോൾ രാത്രി പോലീസ് നിൽക്കുക, പോലീസ് തടുത്ത് നിർത്തിയപ്പം ബാഗിൽ കിടന്ന അലർച്ച. പോലീസുകാരൻ അകത്താൻ. അപ്പോൾ ഇവർ പറഞ്ഞു അത്
സിനിമാടനാണ്, അദ്ദേഹത്തിന് വയ്യാത്തതുകൊണ്ട്. അപ്പോഴേ പോലീസിന് ഈ സംശയമാണ്. കാര്യം പറഞ്ഞാൽ ഒരു ജീപ്പിനകത്തൊരു സിനിമാടൻ പോവില്ല, അതും കിടന്ന് അലറില്ല. അപ്പം അടിച്ചു ഫിറ്റായിട്ട് ഇങ്ങനെ തന്നെയാടാ പറയണേ, എല്ലാവരും സിനിമാടൻ മന്ത്രി എന്നൊക്കെ തന്നെ പറയണേ എന്നുള്ള നമ്മൾ യൂഷ്വൽ സാധനം. ഇവർ വന്ന് നോക്കിയപ്പോൾ ഒരാൾ ബാക്കിൽ വല്ലാത്ത അവസ്ഥയിൽ കിടന്ന് അലറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ വിചാരിച്ച് കള്ളോ കഞ്ചാവോ എന്തോ ആയിരിക്കും എന്ന് വിചാരിച്ചു. കാര്യം പോലീസിനെ കുറ്റം പറഞ്ഞേണ്ട കാര്യമില്ല, കാര്യം അവരങ്ങനെയല്ലേ സസ്പെക്ട് ചെയ്യുള്ളൂ. ഇവർ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴാണ് ഇവർക്ക് ആളിനെ മനസ്സിലായത്.